ഞാനൊരു ഉരുളക്കിഴങ്ങും സബോളയും കൂട്ടിയിട്ടൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ ഉരുളക്കിഴങ്ങ് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കാരണം ഉരുളക്കിഴങ്ങിന് വേവ് കൂടുതലാണ്, അതുകൊണ്ട് ചെറിയ കനം കുറച്ച് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. ഉരുളക്കിഴങ്ങ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ വലിയൊരു ഉരുളക്കിഴങ്ങായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സബോള എടുത്തിട്ടുണ്ട്. ഒരു ഇടത്തരം സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ സബോളയും തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് പതുക്കെ ഞരടി വയ്ക്കാം. ഇത് നല്ലോണം ഞരടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. പാൻ ചൂടായ പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിന് ആദ്യം ഇടുന്നതെന്ന് വിചാരിച്ചാൽ ഇതിന് വേവ് കൂടുതലുണ്ട്, അതുകൊണ്ടാണ് ഉരുളക്കിഴങ്ങ് നേരത്തെ ഇടുന്നത്. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഉരുളക്കിഴങ്ങ് ഒന്ന് ചെറുതായി വെന്തിട്ടുണ്ട്. നമുക്കിനി സബോള ചേർക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ സബോള ഉപ്പിട്ടിട്ടാണ് ഞരടിയിരിക്കുന്നത്, അതുകൊണ്ട് ഇനി ഉപ്പിടണ്ട. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. കുറച്ച് മഞ്ഞൾ മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതെല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല തോരനാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഒരു ഉരുളക്കിഴങ്ങും ഒരു സബോളയും ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു തോരനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പച്ചക്കറി ഒന്നും ഇല്ലെങ്കിലും ഇപ്പോൾ സബോളയും ഉരുളക്കിഴങ്ങും മാത്രമേ ഉള്ളെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഈ തോരൻ. ഇത് ചപ്പാത്തിക്കും നല്ലതാണ്, ചോറിനും നല്ലതാണ്, എളുപ്പമാണ് ഉണ്ടാക്കാൻ. പിന്നെ ഈ തോരൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്യണം, കനം കുറച്ച് കട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ സബോളയുടെയും പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെയും വേവ് രണ്ടാണ്. അതുകൊണ്ട് ഒന്നെങ്കിൽ ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ട് തോരനുണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ കഷ്ണമാണെങ്കിൽ ആദ്യം വെള്ളം തിളപ്പിച്ച് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് തിളപ്പിച്ച് ഹാഫ് ബോയിൽഡ് ആക്കിയിട്ട് എടുത്തിട്ട് തോരനുണ്ടാക്കണം.